കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരെന്ന് കെ.സി. വേണുഗോപാൽ എന്നതാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ കെ.സി. വേണുഗോപാലിന് അനുകൂലമായ രാഷ്ട്രീയ സാമൂഹിക പിന്തുണ ദിവസേന ശക്തമാകുന്ന ദൃശ്യമാണ് കേരളം ഇപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവമായി മാറിയിരിക്കുന്നത് സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ തുറന്ന പിന്തുണയാണ്. കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മത സാമൂഹിക ശക്തികളിലൊന്നായ സമസ്ത കാന്തപുരം വിഭാഗം കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് തുറന്നു പറഞ്ഞത് രാഷ്ട്രീയപരമായി വളരെ വലിയ സന്ദേശമാണ് നൽകുന്നത്. കാന്തപുരം വിഭാഗം തുറന്നു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയാണ്. ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള നേതാവാണ് കെ.സി. വേണുഗോപാൽ എന്നും ഭാരത് ജോഡോ യാത്രാ സമയത്ത് അദ്ദേഹത്തിന്റെ സംഘാടന മികവും നേതൃപാഠവും രാജ്യം കണ്ടുവെന്നും കാന്തപുരം വിഭാഗം വ്യക്തമാക്കിയിരുന്നു. ഇതൊരു സാധാരണ അഭിപ്രായ പ്രകടനം മാത്രമല്ല, മറിച്ച് കേരളത്തിലെ വലിയൊരു സാമൂഹിക വിഭാഗം സ്ഥിരതയുള്ളതും അതുപോലെ ദേശീയ ബന്ധങ്ങളുള്ളതുമായ നേതാവിനെ മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നുവെന്ന രാഷ്ട്രീയ സൂചന കൂടിയാണ്. കേരളത്തിലെ വിവിധ സാമുദായിക സാമൂഹിക സംഘടനകളും ഇപ്പോൾ തുറന്നു പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: സ്ഥിരതയും ദേശീയ ബന്ധവുമുള്ള നേതാവാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണയ്ക്ക് പിന്നാലെ മറ്റ് സാമൂഹിക സംഘടനകളിലും സമാന ചർച്ചകൾ സജീവമായിട്ടുണ്ട്. മതസംഘടനകൾ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നതിലുപരി കേരളത്തിന് ഇപ്പോൾ ആവശ്യമായ രാഷ്ട്രീയ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ നിലപാടുകൾക്ക് പിന്നിലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിലെ നിർണായക വിജയത്തിന് പിന്നാലെ ഇനി കേരളത്തെ നയിക്കാൻ ആരെത്തുമെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം മുഴുവനും ഉറ്റുനോക്കുന്നത്. എന്നാൽ ആ ചർച്ചകളിലെ മുഴുവൻ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് കെ.സി. വേണുഗോപാൽ എന്ന ഒറ്റ പേരാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിനുള്ളിൽ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വി.ഡി. സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരേ ഒരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതെന്തുകൊണ്ടും കെ.സി. വേണുഗോപാലിന് അനുകൂലമാണ് താനും. ഹൈക്കമാൻഡിന്റെ വിശ്വാസവും എം.എൽ.എമാരുടെ പിന്തുണയും ഘടകകക്ഷികളുടെ അനുകൂല നിലപാടും ദേശീയ രാഷ്ട്രീയ സ്വാധീനവും ഒരുമിച്ച് കെ.സി. വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് മാറുകയാണെന്നാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിവിധ ഗ്രൂപ്പുകൾ അവരുടെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ശക്തമായി ശ്രമിക്കുകയാണ്. എം.എൽ.എമാരുടെ അഭിപ്രായം ശേഖരിച്ച എ.ഐ.സി.സി നിരീക്ഷകർ ഡൽഹിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ച നേതാവെന്ന രീതിയിലാണ് കെ.സി. വേണുഗോപാലിന്റെ പേര് ഉയരുന്നതെന്നാണ് ഡൽഹി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാർട്ടിയിൽ ഗ്രൂപ്പ് പോരാട്ടം ശക്തമാകുന്ന ചിത്രം പുറത്തു പോകുന്നത് ഹൈക്കമാൻഡിന് വലിയ ആശങ്കയാണ്. വിവിധ നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രകടനങ്ങൾ നടത്തുകയും പോസ്റ്റർ യുദ്ധങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ പോസ്റ്റുകൾ വലിച്ചു കീറുകയും ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രചാരങ്ങളായി നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേരളം കടന്നു പോവുകയാണ്. ഈ ഘട്ടത്തിൽ പാർട്ടിയെ ഒന്നിച്ചു നിർത്താൻ കഴിവുള്ള, എല്ലാവരോടും സമവായത്തോടെ സംസാരിക്കാൻ കഴിയുന്ന, സമാധാന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന നേതാവിനെയാണ് ഹൈക്കമാൻഡ് അന്വേഷിക്കുന്നത്. അവിടെയാണ് കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ ശൈലി പ്രത്യേകമായി ചർച്ചയാകുന്നത്. കോൺഗ്രസിലെ പല തലമുറകളിലെയും നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് കെ.സി. വി.ഡി. സതീശൻ വിഭാഗവുമായും ചെന്നിത്തല അനുകൂലികളുമായും എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് രാഷ്ട്രീയം കടന്നുള്ള ബന്ധം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പുണ്ടാകാതെ ഒരുമിപ്പിക്കുന്ന നേതാവായി കെ.സിയെ ഹൈക്കമാൻഡ് കാണുന്നുവെന്ന വിലയിരുത്തലും ശക്തമാണ്. കേരള രാഷ്ട്രീയത്തിൽ പല മുഖ്യമന്ത്രിമാരും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിൽ ഇത്ര ശക്തമായ സ്വാധീനമുള്ള ഒരു കേരള കോൺഗ്രസ് നേതാവ് വളരെ അപൂർവമാണെന്ന അഭിപ്രായമാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നേരിട്ട് പങ്കാളിയാകുന്ന കേരള നേതാവ് കെ.സി. വേണുഗോപാൽ മാത്രമാണ്. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വിജയകരമായി കൈകാര്യം ചെയ്ത അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന് ഇപ്പോൾ വേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല, ഡൽഹിയിൽ കേരളത്തിന്റെ ശബ്ദം ശക്തമായി ഉയർത്താൻ കഴിയുന്ന നേതാവാണെന്ന വാദം ശക്തമാകുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധം നിർണായകമായ ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോട് ശക്തമായി ചർച്ച നടത്താനും കേരളത്തിന് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കാനും ദേശീയ തലത്തിൽ ബന്ധമുള്ള മുഖ്യമന്ത്രിക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നതും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നുള്ള ശക്തമായ വിലയിരുത്തലാണ്. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാക്കൾ ഒരാളായി കെ.സി. വേണുഗോപാൽ അറിയപ്പെടുന്നുമുണ്ട്. പാർട്ടിയുടെ അതീവ നിർണായക തീരുമാനങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയുടെ സംഘാടനത്തിൽ കെ.സി. വഹിച്ച പങ്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ അംഗീകാരം നേടി. രാജ്യത്തുടനീളം
കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിപ്പിച്ച ആ യാത്ര വിജയകരമാക്കുന്നതിലും KC നിർണായക പങ്കുവഹിച്ചത് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചതാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള നിർണായക ചർച്ചകൾക്കായി സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ എത്തിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരമാണ് നേതാക്കളെ വിളിപ്പിച്ചതെന്നായിരുന്നു വിവരം. നിരീക്ഷകർ സമർപ്പിച്ച റിപ്പോർട്ടും ഘടകകക്ഷികളുടെ അഭിപ്രായവും MLA-മാരുടെ പിന്തുണയും രാഷ്ട്രീയ സാഹചര്യമൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും രാഷ്ട്രീയ ചർച്ചകളിലും ഏറ്റവും ശക്തമായി ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. കേരളത്തെ അടുത്ത 5 വർഷം സ്ഥിരതയോടെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ നേതാവ് ആരാണ്? അതിനുള്ള ഉത്തരമായി കൂടുതൽ പേരും ഇപ്പോൾ പറയുന്നത് ഒരേ ഒരു പേരാണ്, KC വേണുഗോപാൽ. കാരണം അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ നേതാവായി മാത്രം കാണപ്പെടുന്നില്ല. ഡൽഹിയെയും കേരളത്തെയും ഒരുപോലെ മനസ്സിലാക്കുന്ന ദേശീയ രാഷ്ട്രീയ പരിചയവും സംഘടനാ മികവുമുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള നേതാവെന്ന ഇമേജാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റവും മുന്നിലെത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.